കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്താണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തൃശൂരിൽ എത്തിയതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മടിച്ച അദ്ദേഹത്തിന്റെ മൗനത്തെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മൗനം തിരഞ്ഞെടുത്തത്? അതൊരു ഒളിച്ചോട്ടമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു ശക്തമായ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രധാന ഉത്തരവാദിത്തം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. അനാവശ്യമായ വാക്പോരുകളിൽ ഏർപ്പെട്ട് സമയം കളയുക എന്നതല്ല. അതാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്യുന്നത്. പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസും മറ്റു പാർട്ടികളും അദ്ദേഹത്തിനെതിരെ വോട്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചു. എന്നാൽ ഇതിനൊന്നും മാധ്യമങ്ങളോട് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ച ഓരോ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ വിജയത്തെ കൂടുതൽ ഉറപ്പിക്കാൻ സഹായിച്ചു എന്നൊരു പരോക്ഷ സൂചന ആ വാക്കുകളിലുണ്ട്. യഥാർത്ഥ ജനനായകന്റെ കടമ എന്താണ്? വെറും ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ തന്റെ കൂടെ നിന്നവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് പിന്തുണ നൽകാനുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകരെ കാണാൻ അദ്ദേഹം ആശുപത്രിയിൽ പോയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാധ്യമങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും തന്റെ പ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻഗണന മാധ്യമങ്ങളല്ല, തന്റെ ജനങ്ങളും അവരെ സേവിക്കുന്ന പ്രവർത്തകരുമാണ്. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് മറുപടി പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ CPM നടത്തിയ കരിയോയിൽ പ്രതിഷേധവും ചെരുപ്പ് മാലയിടലും കേരള രാഷ്ട്രീയത്തിലെ അധപ്പതനത്തിന്റെ സൂചനകളാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് സ്ഥാനമുണ്ട്, പക്ഷേ അത് ക്രിയാത്മകമായിരിക്കണം. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. കാരണം അത്തരം പകപോക്കൽ രാഷ്ട്രീയങ്ങൾക്ക് മറുപടി പ്രവൃത്തികളിലൂടെയാണ് നൽകുന്നത്. താൻ MP എന്ന നിലയിൽ തൃശൂരിൽ നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികൾക്ക് വേണ്ടിയാകാം അദ്ദേഹത്തിന്റെ ഈ തയ്യാറെടുപ്പ്. സംസാരിച്ച സമയം കളയുന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് അതും നമ്മളിവിടെ പറയണം. കോൺഗ്രസ് നേതാക്കൾ അടക്കം പലരും സുരേഷ് ഗോപിയുടെ മൗനത്തെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരാണിവർ. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായി തന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് അവിടെ വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപിക്ക് സംസാരിക്കാൻ സമയമില്ല, കാരണം അദ്ദേഹം തിരക്കിട്ട പ്രവർത്തനങ്ങളിലാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മൗനം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയാണ് സംസാരിക്കുന്നത്. ഇതിന്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വിവാദങ്ങളെ ഭയന്ന് ഒളിച്ചോടുന്ന ഒരാളല്ല, മറിച്ച് തന്റെ ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു ജനനേതാവാണ് അദ്ദേഹം. അത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.